ഹേഴ്സ് ഇന്ന് പുതിയൊരു ഗെയിമാണ് കളിക്കാൻ പോകുന്നത്. ഡോക്ടർ പില്ല് എന്നാണ് ഈ ഗെയിമിൻ്റെ പേര്. എന്താ അപ്പോയിൻമെൻറ്റ് തന്നിട്ടുണ്ട്. സാന്തി ചൊല്ലി കൊടുക്കാം. അപ്പോയിൻമെൻറ്റ്സ് ഫിക്സ് ചെയ്യാനാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോയിൻമെൻറ്റ്സ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതെൻ്റെ പഴയ ഫോണിലൊക്കെ, പുതിയ ഫോണിൽ ഈ വെർഷൻ അവൈലബിൾ അല്ല എന്നൊക്കെ പറയുന്നു. പഴയ ഫോണിലേ കിട്ടത്തുള്ളൂ. കോൾ പേഷ്യൻറ്റ്. ഓക്കെ, കളിക്കാൻ മൈ ഹാർട്ട് ഹേർട്സ് despite a great burger party. Why was I not invited? It's a blocked artery. എന്താ അത്രയൊക്കെ തിന്നാൻ പോകുന്ന ബർഗർ? ഒരെണ്ണം തിന്നാലും കുഴപ്പമില്ല, 2-3 എന്തിനാ തിന്നത്? തിന്നോ. ഓ ഇത് ഇച്ചിരി പ്രശ്നമാണ്. ഈ മരുന്നുകൊണ്ട് റിമൂവ് ചെയ്യാം. ഇവിടെ എന്തൊക്കെയൊക്കെയോ കിടപ്പുണ്ട്. ഇയാളുടെ ഹാർട്ടിനകത്ത് അത് നമുക്ക് ക്ലിയർ ചെയ്യാം. ഇയാളുടെ ഹാർട്ടിനകത്ത് എന്തൊക്കെയോ കിടപ്പുണ്ട് ഗൈസ്. ഓക്കെ, ഫാറ്റൊക്കെ ക്ലിയർ ആയിട്ടുണ്ട് ഹാർട്ടിനകത്തുള്ളത്. ഈ പേഷ്യൻ്റ് കണ്ടീഷൻ മൈൽഡാണ്, അപ്പോൾ പിൽസ് എടുക്കണം. മരുന്ന് എന്നുവെച്ചാൽ ഗുളികകൾ എടുത്താൽ മതി. സൈന് ഒരു ടിക്കറ്റ് വെച്ചേക്ക്. സൈന് ഹാർട്ടിൻ്റെ ഇത് ഈ പിൽ. പേഷ്യൻ്റ് ക്യൂർ ആയെന്ന് നോക്കാം. അത് തന്നെ, ബർഗർ കഴിക്കാതിരിക്കുന്നല്ല സ്ഥിരം. ഇടയ്ക്കൊക്കെ കഴിച്ചു കുഴപ്പമില്ല, പക്ഷെ ഹാർട്ട് റിസ്ക് ഉണ്ടെങ്കിൽ കഴിക്കാതിരിക്കുക, നല്ലത്. സൈൻ ഇട്ട് വെച്ചേക്കാൻ, ടിക്കറ്റ് വെച്ചേക്ക് സൈൻ്റെ അവിടെ. ഓട്ട് 3 ട്യൂബാ ഇതെന്തോന്നു? സോർട്ട് പിൽസ് സെയിം കളർ ബോക്സാ. ഇതെല്ലാം സെയിമിലല്ലേ കിടക്കുന്നത്? കിടക്കുന്നത് സെയിം കളർ ബോക്സ്. വെയിറ്റ് എ മിനിറ്റ്. ഓ, ഇവിടെ ബ്ലൂ വരണം, മനസ്സിലായി. ഇപ്പം തെറ്റാ കിടക്കുന്നത് ഈ ഗ്രീനിൻ്റെ ഭാഗത്തെ. എന്നുവെച്ചാൽ ഈ ഭാഗത്ത് ബ്ലൂ വരണം, ഇപ്പുറത്ത് ഗ്രീനും വരണം, കാരണം അടിയിലത്തെ പോർഷൻ. ഓക്കെ, എല്ലാം നമ്മൾ സോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ലെവൽ 3 ശരിക്കും എനിക്ക് ലെവൽ 2 ആണെന്ന് തോന്നുന്നു. കോൾ പേഷ്യൻ്റ് അല്ല, ഇത് ലെവൽ 3 ആണ് കറക്റ്റ്. കാരണം ആദ്യത്തേത് നമുക്ക് അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്യണം, രണ്ടാമത്തെ ഒരു പേഷ്യൻ്റ് വന്നു, മൂന്നാമത്തേത് ഇത്, 4-മത്തേത് അടുത്ത ചെയ്യണം. കോൾ പേഷ്യൻ്റ് ഇത് 4-മത്തെ. ഇയാൾക്കുണ്ട് വയറ് വയ്യേ. ട്രീറ്റ് VIP ആണോ ഇഗ്നോർ ആണോ കൊടുക്കേണ്ടത്? നോട്ട് ഹെൽപ്പിംഗ്. VIP I have not urinated for long. Is it serious? You have kidney stones. അതായിരിക്കും ട്രീറ്റ്. ഞാൻ ശരിക്കും വാച്ച് ആഡാന്നൊന്നും കൊടുത്തത്, പക്ഷെ അടിയിൽ കയറി തട്ടിപ്പോയി. ഇഗ്നോർ കൊടുത്തു. എന്നാലും നമുക്ക് വാഡ് വാച്ച് ചെയ്യാൻ പറ്റത്തില്ല, മേലും ഇഗ്നോർ ചെയ്യുന്നത്. പിന്നെ പൊട്ടിച്ച് കളയണം സ്റ്റോണിന്. ഓക്കെ, പൊട്ടിച്ചിട്ടുണ്ട്. ഇയാളുടെ കണ്ടീഷൻ നമുക്ക് നോക്കാം. കണ്ടീഷൻ ക്രിട്ടിക്കലാണ്, ഇപ്പം എമർജൻസി കൊടുക്കാം. ഡൺ. ഇയാൾക്ക് കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ കിടക്കുന്നത് നല്ലതാണ്. ഇത് ക്രിട്ടിക്കലാണ് കണ്ടീഷൻ. ഓക്കെ, സ്റ്റോൺ പൊട്ടിച്ചു, എന്നാലും കണ്ടീഷൻ ക്രിട്ടിക്കലാണ്. എന്തുവാണ് ഇത്? ലെവൽ 5 ആണ് തോന്നുന്നു. അപ്പോയിൻമെൻറ്റ് ഐ ആം ഗുഡ് വിത്ത് August 3rd. ഓക്കെ, എന്നാൽ August 3rd, August 14. അയ്യോ, തെറ്റിപ്പോയി. പക്ഷെ ഇതെന്തോന്നത്? August 14 ആണ് ആള് പറഞ്ഞത്. ഞാൻ വേറെ ഏതോ ദിവസം കൊണ്ട് വെച്ച് തെറ്റിപ്പോയി. അത് കുഴപ്പമില്ല. ഇത് ലെവൽ 5 ആയിരുന്നു. അത് ലെവൽ 5. ഇത് ഓരോന്നിത് അപ്പോയിൻമെൻറ്റിനും എല്ലാത്തിനും വെവ്വേറെ ലെവലാണ്. I tried to run a marathon but now I can't breathe. Why even try it, old man? You are having respiratory
റെഡ് ഷോർട്ടിൽ സ്ട്രെയിറ്റ് കൊടുക്കാം. ഇയാളുടെ റെസ്പിറേറ്ററിൽ എന്തോ പ്രശ്നമുണ്ട്. ഈ പൈപ്പ് ഒന്ന് സെറ്റാക്കി കൊടുക്കാം. സെറ്റ്, പൈപ്പ് സെറ്റ്. ഇനി അപ്പുറത്തെ സൈഡത്തെ പൈപ്പും കൂടെ സെറ്റാക്കി കൊടുക്കാം. ഓക്കെ, സെറ്റ്. അപ്പുറത്തെ പൈപ്പും സെറ്റ്. ഞാൻ മറ്റേ ആളുടെ അപ്പോയിൻമെൻറ്റ് വേറെ ഏതോ ദിവസം വെച്ച് മൈൽഡാണ്. അപ്പോൾ പിൽസൊക്കെ സെറ്റാവും. ബ്രേത്ത് പില്ല് കാക്കറ ഓർക്കറ വർഷം ചെയ്യുന്നു. ഡ്രങ്ക് ബ്രീത് ഇത് തന്നെ. ഈ പിൽ ഒരെണ്ണം കൊടുക്കുന്നതായിരിക്കും നല്ലത്. പില്ല് കൊടുത്തത് ശരിയോ? ഓക്കെ, നോ താങ്ക്സ്. ഞാൻ അടുത്ത പേഷ്യന്റിനെ വിളിക്കാം. ഞാൻ ഇയാളുടെ ഇത് സൂപ്പർ ഇഗ്നോർ ചെയ്യാം. I'll heal myself. The VIP treated ad കണ്ടേ ഒരു അതാ പ്രശ്നം. ഞാൻ I ate sweets from last week. My belly hurts. നിറച്ചും കഴിക്കാൻ പോയാ. You ate poisoning food. ഈ VIP ഇഗ്നോർ ചെയ്യാം, കാരണം ഇല്ലെങ്കിൽ ആഡ് കണ്ടേ വരും. എൻ്റെ നെറ്റ് ഓണല്ല. ഇയാൾക്ക് എന്താ പ്രശ്നം? ഈ മരുന്നിലെല്ലാം സെറ്റാക്കി കൊടുക്കാം. ഓക്കെ, ഒരു വൈറസിനെ ഒരു മരുന്നിന് വെച്ചാൽ ഒരു കളർ വൈറസിന് പ്ലേസ് സം കൈൻഡ് ഓഫ് ബാക്ടീരിയാസ് ഓൺ പില്ല്. ഓക്കെ, ഇതെന്തോന്ന് ബാക്ടീരിയാസ്? നിറച്ചും ബാക്ടീരിയാസ് വൈറ്റിനകത്ത് കിടപ്പുണ്ടല്ലോ. ഇതെന്തോന്ന്, കൊറോണയാ? ഈ സൈസിലുള്ള വേറെ ഇതാണോ? ഓക്കെ, ഇതെന്തോന്ന്, വാളല്ലേ? ഇയാളുടെ വയറ്റിനകത്ത് സ്റ്റോറായി കിടക്കുകയാണ് അവിടെ, നിറച്ചുണ്ടല്ലോ. ഓക്കെ, സെറ്റ്. ഇയാളുടെ വയറൊക്കെ കണ്ടീഷൻ മൈൽഡാണ്. അപ്പോൾ പിൽസ് എടുത്താൽ പോവും. ഗ്യാസ്ട്രിക് പൈസ് ഞാൻ കാക്കറ വരച്ച് സൈൻ ഇട്ട് വെച്ചേക്കുക. ഗ്യാസ്ട്രിക് ഇവിടെയാണ്. ഓക്കെ, നമ്മൾ ഒരെണ്ണേ എടുത്ത് കൊടുക്കാവുള്ളൂ. ഞാൻ തോന്നുന്നത് ഞാൻ ഒരെണ്ണേ കൊടുക്കുന്നത്. ഓക്കെ, അപ്പിക്കോളൂ. ഇത് ലെവൽ 7 ആയിരുന്നു അല്ലേ? ഇത് ലെവൽ 7. നമുക്ക് പറ്റുന്ന അത്തരം ലെവൽസ് വരെ കളിക്കാം. ഇനി വീണ്ടും അറേഞ്ച് ചെയ്യണം. ഇതിനടുത്ത് അപ്പുറത്തെ സൈഡ് ഇടണം. ഇതിനടുത്ത് ഇങ്ങോട്ട് ഇടണം. ഇനി ഇതിനെടുക്കാം. വയലറ്റ് യെല്ലോനെ സെറ്റാക്കി. ഇത് ലെവൽ 8. ഓരോന്നിനും ഓരോ ലെവൽസ്. നമ്മുടെ ഗോയിങ് ബോൾസ് ഒക്കെ പോലെ ഗോയിങ് ബോൾസ് ഒക്കെ പോലെ ഇത് ഒരു ഗെയിമിൽ ഒരു ലെവലത്തെ ആക്ടിവിറ്റി തന്നെയല്ലേ ഇത്. ഈ ആക്ടിവിറ്റി തന്നെ വേറെ ലെവലായിട്ട് വരണം. നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മെഡിസിൻ. ഓക്കെ, ഇത് ലെവൽ 8 ആയിരുന്നു. ഇത് സിമ്പിളായിട്ട് പോകും. സിമ്പിള്, കാരണം ഓരോന്നിനും ഓരോ ലെവൽ തന്നെയാണ്. ഇതെന്തോന്ന്, ഓവർ സ്റ്റഡി ഈസ് ഹേർട്ടിങ് മൈ ഐസ്, മേക്കിംഗ് എക്സ്ക്യൂസസ് ഇൻസ്റ്റെഡ് ഓഫ് യുവർ ഐസ് ആർ ഓവർ സ്ട്രെസ്ഡ്, വാട്ടറി ഐസ്ഡ്. പക്ഷെ ഇങ്ങനെ ചെയ്യുന്നതല്ലേ എന്ത് ഐ പ്രോബ്ലം? കുത്തിയിരുന്നെല്ലാം ചെയ്യുമ്പോഴത്തേക്കും പ്രോബ്ലം വരും. ഇതെന്തോന്നെ, പുഴുവാ കണ്ണിനകത്ത്. പുൾ ഔട്ട് ആൻഡ് ഓക്കെ. ഇയാളുടെ കണ്ടീഷൻ എന്താ എനിക്കറിയത്തില്ല. വാടാ, പുഴുവേ, കണ്ണിനകത്ത് പുഴുവാ. നമുക്ക് ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കാം മരുന്ന്. ഓക്കെ, ഒരു കണ്ണ് സെറ്റായി. ഇനി മറ്റേ കണ്ണും കൂടെ സെറ്റ് ചെയ്യാണ്ട്. അല്ല, ഒരു കണ്ണ് തന്നെ മതി. നോർമലാ, അപ്പം ഹെൽത്തി. സിഗ്നേച്ചർ എന്തോന്നൊക്കെയോ പറഞ്ഞു, ഞാനൊന്നും കേട്ടില്ല. അയാൾ ഓക്കെയാ, അയാൾ പോയി. ഹീസ് ഓക്കെ.
ഓക്കെ, നമുക്ക് അടുത്ത പേഷ്യൻറ്റിനെ വിളിക്കാം. ഇനി പേഷ്യൻ്റ് ആണോ ഇനിയും തോന്നുന്നു അപ്പോയിൻമെൻറ്റ്സാ 6 സെപ്റ്റംബർ. ഓക്കെ, 15 സെപ്റ്റംബർ. ഇത് 2022 വെറുതെ അല്ല എൻ്റെ മറ്റേ ഫോണിൽ കിട്ടാത്തത്. പഴയ വർഷമാണ് ശരിക്കും ഈ ഗെയിം. അപ്ഡേറ്റ്സ് ഒന്നും ഇല്ല എന്തോ ഇതിനകത്ത്. നോ താങ്ക്സ്. ലെവൽ 10 ആയിരുന്നു ഇത്. ലെറ്റ്സ് ഗോ ടു ഇത് കോൾ പേഷ്യൻറ്റ്. ഓക്കെ, ഇത് ലെവൽ 11. അപ്പം ഇതാ VIP ആണ്. ഡിസപ്പോയിൻറ്റിങ് കൺക്ലൂഷൻ ഡോക്ടർ. VIP ട്രീറ്റ് ചെയ്യാൻ ആഡ് കണ്ടു തരും, അതാ പ്രശ്നം. All I have seen is sadness in life. At least I'm happy than you. You're having depression. Depression ആണ് പ്രശ്നം ആൾക്ക്. ഓക്കെ, ട്രീറ്റ് ചെയ്യാം. അയാളുടെ മൈൻഡ് ഒന്ന് ട്രീറ്റ് ചെയ്യാം. ഇയാളുടെ മൈൻഡിനകത്ത് എന്തോ ഉണ്ട്. ഡിലീറ്റ് ബാഡ് മെമ്മറീസ്. Delete bad memories. Good job. Good job. Erase. Use eraser to erase bad memories. The erase ചെയ്യാനാണ്. Use eraser. ഓക്കെ, വി ആർ എറേസിങ് ഇറ്റ്. ഓക്കെ, ബാഡ് മെമ്മറീസൊക്കെ നമ്മൾ എറേസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇയാളുടെ കണ്ടീഷൻ എന്താണ്? മൈൽഡാണ്, പിൽസ് എടുത്താൽ പോവും. കാക്കറ ഡൺ. ഈ റിലാക്സിൻ്റെ റിലാക്സിൻ്റെ പില്ല് ഒരെണ്ണം സെറ്റാവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ 2-3 അറ്റ് എ ടൈം എടുത്താൽ മൈ മൈൻഡ് ഈസ് ക്ലിയർ. താങ്ക്സ് ഡോക്ടർ. ഓക്കെ, നമ്മൾ VIP ഈ അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്യാനായാലും VIP ഒന്നും കാണാറില്ലല്ലോ. അത് ചുമ്മാ അറിയി വരികയാണോ? I feel like punching boss in face. You are having anger issues. ആങ്കർ ഇഷ്യൂസ് ആണ് എന്നുവെച്ചാൽ അയാളുടെ മൈൻഡിൽ അയാളുടെ ബോസിനെ ഇടിക്കാൻ തോന്നുന്നുണ്ട്. അപ്പം ആങ്കർ ഇഷ്യൂസ്. അപ്പം ഇയാളുടെ മൈൻഡ് ഒന്ന് സെറ്റാക്കാൻ നമുക്ക് എന്തോന്നാണ് ചെയ്യേണ്ടത്? റിമൂവ് സ്വെല്ലിങ്. ഓക്കെ, സ്വെല്ലിങ് റിമൂവ് ചെയ്യണം നമുക്ക്. സെറ്റ്. സ്വെല്ലിങ് ഒക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇയാളുടെ കണ്ടീഷൻ നോക്കാം. മൈൽഡാണ്, പിൽസ് എടുത്താൽ പോവും. ഓക്കെ, നമ്മൾ എന്തൊക്കെയോ കാണിച്ച സൈൻ ഇട്ടിട്ടുണ്ട്. കുത്തി വരയ്ക്കൽ. റിലാക്സിൻ്റെ ഒരു പില്ല് മതി. ഈ പില്ല് എടുത്തോളൂ, മൈൻഡ് എല്ലാം സെറ്റായിക്കോളും. ഇയാൾ ഓക്കെയാണ്. ആങ്കറൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നൊന്നുമല്ല. ആർക്കും കൺട്രോൾ ചെയ്യാൻ പാടാണ്. എന്നാലും എന്താ ചെയ്യാ. ഇത് ലെവൽ 12 ആണെന്ന് തോന്നുന്നു. സോർട്ട് ചെയ്യണം. ഗ്രീൻ എടുത്ത് അങ്ങോട്ട് ഇടാൻ. ഗ്രീനിൻ്റെ ഭാഗം. ഓറഞ്ച് നോക്കാം. ഓറഞ്ചിനെ എടുത്ത് അപ്പുറത്തോട്ടിടാം. റെഡിനെ എടുത്ത് അപ്പുറത്തോട്ട്. വയലറ്റ്. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്. ഓക്കെ, സെറ്റ് ഗൈസ്. നമ്മളെല്ലാം മെഡിസിൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലെവൽ 13 ആയിരുന്നു ഇത്. ഇപ്പോൾ കംപ്ലീറ്റ് ആയ ലെവൽ 13. ലെവൽ 21 വരെയൊക്കെ പോയാലും നിറച്ചും ലെവൽസ് ആണ് ഞാൻ കളിക്കും. ഇത് സിമ്പിളാണ്. VIP ആണ്. അല്ല I can quit smoking. Please fix my cup. അങ്ങനെ സ്പെയർ സിഗരറ്റ്. Lung cancer increases day by day. Chest increases day by day. Also
ലോ ബ്ലഡ് ഓക്സിജനും ലങ് ക്യാൻസറും ആണോ ഉള്ളത് ഇയാൾക്ക്? എന്താ സിഗരറ്റൊക്കെ വലിക്കാൻ പോകുന്നത്? ഇയാൾക്കിപ്പം ഈ പൈപ്പ് ഒന്ന് ഫിക്സ് ചെയ്യണം. ആദ്യം ഈ പൈപ്പ് സെറ്റല്ല ഫിക്സ് ചെയ്തത്. ഈ പൈപ്പ് ഞാൻ ഫിക്സ് ചെയ്യട്ടെ ആദ്യം. ഒരു സൈഡിലത്തെ ഫിക്സ് ചെയ്യാൻ തോന്നുന്നു. അല്ല, ഇതിപ്പോൾ എന്തോ ചെയ്യണ്ടേ ഗൈസ്? ഇതിവിടെ എന്തോ ചെയ്യണ്ടേ? എനിക്കൊന്നും മനസ്സിലായില്ലേ. ഈ പൈപ്പ് ഇവിടം വരെ ഫിക്സ് ചെയ്യണം. അപ്പം അല്ല, അങ്ങനെയല്ല. കറക്റ്റ്. സെറ്റ്. പൈപ്പ് ഫിക്സ്ഡ്. നമ്മൾ എക്സ്പേർട്ടല്ലേ ഇതിൽ. നീ ഇങ്ങോട്ട് സെറ്റ് രണ്ട് സൈഡും. ഇതിപ്പം ഏതാ ലങ് ക്യാൻസറാണ് ഫിക്സ് ചെയ്തത്? ലങ് ക്യാൻസർ ആണെന്ന് തോന്നുന്നു. ലങ് ക്യാൻസർ ഓക്കെ. നീ ലോ ബ്ലഡ് ഓക്സിജനും കൂടെ ഫിക്സ് ചെയ്യാം. ലെവൽ 15 വരെ കളിക്കാൻ കഴിച്ച് അത്രയൊക്കെ മതി. അതിനെ അവോയ്ഡ് ചെയ്യാം. ഈ സാധനത്തിനെ മാത്രം അവോയ്ഡ് ചെയ്യാം. വേഗാവത്തെ. അയ്യോ, തട്ടുമോ? ഫാറ്റ് ഡിപ്പോസിറ്റ്. തട്ടല്ലേ. സെറ്റ്. ഫാറ്റും ക്ലിയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ പേഷ്യൻ്റെ കണ്ടീഷൻ നോക്കാം. ക്രിട്ടിക്കലാണ്. അപ്പോൾ ഇയാൾക്ക് എമർജൻസി ആവശ്യമാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ കുറച്ച് ദിവസം ചെയ്യുന്നത് നല്ലത്. എമർജൻസി എന്ന് പറയുമ്പോൾ കണ്ടീഷൻ അത്ര ഓക്കെ അല്ല. ഫിക്സ് ചെയ്തിട്ടുണ്ട്, എന്നാലും ഓക്കെ അല്ല. ലെവൽ 14 കംപ്ലീറ്റ് ആയി. 14 ആയോ? നോക്കട്ടെ എത്ര ലെവൽസ് വരെ കളിക്കാൻ പറ്റും. നീ ഒരു അപ്പോയിൻമെൻറ്റും കൂടെ സെറ്റ് ചെയ്ത് ആ അപ്പോയിൻമെൻറ്റും കൂടെ കഴിയുമ്പോൾ സ്റ്റോപ്പ്. അപ്പോയിൻമെൻറ്റ് ഓക്കെ. 8th October. 13th തങ്ങി 30th. 19th തങ്ങി 19th. 27 ആണ്. 27. 4 അപ്പോയിൻമെൻ്റ് ആവുന്നില്ല, കൂടുതലത്. ബോട്ട് ഇപ്പം 1,690 rupees-ആയി. അങ്കിൾ പ്ലീസ് ഹെൽപ്പ് മീ മൈ ബിൽ. അങ്കിൾ എന്നൊന്നും വിളിക്കണ്ട എന്നെ. ഐ ആം നോട്ട് യുവർ അങ്കിൾ. യു ഹാവ് ഫുഡ് പോയ്സണിങ് ബിൽ. ഐ ഹാവ് പെയിൻ ഇൻ ബാക്ക് ടു. അപ്പം കിഡ്നി സ്റ്റോൺസ് അല്ല, കിഡ്നിയുടെ പ്രശ്നം. ഇൻഡൈജഷൻ. ആ ഡൈജഷനെ നമുക്ക് ഫിക്സ് ചെയ്യാം. ഈ ബാക്ടീരിയാസിനെ ആദ്യം സെയിം കളറിലുള്ള ബാക്ടീരിയാസിനെ നമുക്ക് ഫൈൻഡ് ചെയ്യണം. നെക്സ്റ്റ് ഓക്കെ. നമ്മളെല്ലാം ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുക ഗൈസ്. ഓരോ ബാക്ടീരിയാസിനെ കണ്ടുപിടിച്ച് ഫിക്സ് ചെയ്യുക. അപ്പം എല്ലാ ബാക്ടീരിയാസിനെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇൻഡൈജഷൻ ക്ലിയറാണ്. നീ കിഡ്നി ഫെയിലിയർ നോക്കട്ടെ. ഇത് എമർജൻസിനെ അയക്കും. ഇത് കിഡ്നി ഫെയിലിയർ എന്നല്ല, ഇതെന്തോന്നു പുഴുവാ. അയ്യോ, ഇതാദ്യം നമുക്ക് സ്റ്റോണിനെ അടിച്ചു പൊട്ടിക്കാം. കിഡ്നിക്ക് അടിച്ചാൽ പ്രശ്നമാണ്. പതുക്കെ കൊണ്ടുപോയി സ്റ്റോണിനെ എടുക്കാം. ആ ബാക്ടീരിയനെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സെറ്റ്. കിഡ്നിയും സെറ്റ്. ഫെയിലിയർ അല്ല, ഇയാളുടെ കണ്ടീഷൻ നോക്കാം. മൈൽഡാണ്. അപ്പോൾ പിൽസ് എടുത്താൽ പോവും. ഓക്കെ, പിൽസ് എടുത്താൽ പോവും. ഡൺ. ഗ്യാസ്ട്രിക് പെയിൻ 2 എണ്ണവും വേണം. അപ്പം 2 പിൽസും കൊടുക്കാം. ടു വ്യത്യസ്ത പിൽസ് എന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഇത് ഗ്യാസ്ട്രിക്കും പെയിൻ പില്ലും. ഓക്കെ, ഡോക്ടർ പിൽ. ഓക്കെ, അപ്പോൾ അയാളുടെ ഇത് ഓക്കെ. ഇനി അടുത്ത പേഷ്യൻറ്റിനെ കോൾ ചെയ്യാം.
1,976 rupees. Party was amazing, but now I am feeling nausea. You are hungover from alcohol. Hungover from alcohol. വയറുവേദനയല്ലേ അപ്പോൾ എൻ്റെ ആയിരിക്കും. ലെറ്റ്സ് ചെക്ക് എന്താ പ്രശ്നം അയാൾക്ക്. ബാക്ടീരിയാസ് വൗ ഓഫ് നിറച്ചും ബാക്ടീരിയാസ് ഉണ്ടല്ലോ. ഇതൊക്കെ പെട്ടെന്ന് എടുത്ത് ക്ലിയർ ചെയ്യണം. ഫാസ്റ്റ് ആൻഡ് ഫ്യൂറിയസ്. ഓക്കെ നമ്മളെല്ലാം അയ്യോ തെറ്റിപ്പോയി. ഞാൻ അറിയാതെ വയലറ്റ് എടുത്തിട്ട് റെഡും കൊടുത്ത്. ഇത് നമ്മൾ സെയിം കളറിലുള്ള പില്ല് തന്നെ ആക്കണം. എന്നുവെച്ചാൽ സെയിം കളറുള്ള എന്നുവെച്ചാൽ ഒരു പെയർ സെയിം കളറുള്ള പെയർ 1 പെയർ. ഇയാളുടെ കണ്ടീഷൻ മൈൽഡാണ്. പിൽസ് എടുത്താൽ പോവും. ആൻറ്റി ഹങ്ങോവർ പിൽസ്. ഓക്കെ നമുക്ക് ആൻറ്റി ഹങ്ങോവർ പിൽസ് കൊടുക്കാം. വേഗം എടുത്തോളൂ. ഇയാളുടെ കണ്ടീഷൻ നോക്കാം. ഇയാൾ ഓക്കെയാണ്. ഇനി അടുത്ത പേഷ്യൻറ്റിനെ വിളിക്കാം. അതിന് മുന്നേ ഇത് വീണ്ടും ഒന്ന് അറേഞ്ച് ചെയ്യണം. ഫാസ്റ്റ് ആൻഡ് ഫ്യൂറിയസ്. ദിസ് ഷുഡ് ബി ഫാസ്റ്റ് ആൻഡ് ഫ്യൂറിയസ്. ഓക്കെ ഇനി റെഡ് പോവാം. അതിനടുത്ത് ബ്ലൂക്കകത്തിടാം. ഇനി ബ്ലൂവിനടുത്ത് റെഡിനകത്തിടാം. ഓക്കെ സെറ്റ്. പിൽസൊക്കെ അറേഞ്ച് ചെയ്തു. ഇത് എത്രാമത്തെ ലെവലായിരുന്നു? ലെവൽ 18 ആയി ഗൈസ്. ഇനി എത്ര 2 3 പേഷ്യൻസ്. ഇത് VIP ആണോ സംഭവിക്കുന്നല്ലേ? വി ലീവ് ഇൻ എ ഗെയിം. നൗ നോൺ ഇഫ് ദിസ് ഇസ് റിയൽ. നൺ ഇഫ് ദിസ് റിയൽ. എനിക്കൊന്നും മനസ്സിലായി. യു ആർ എക്സ്പീരിയൻസിങ് സൈക്കോസിസ്. ഇയാൾക്ക് എന്തോ പ്രശ്നമുണ്ട്. അതാ തലയ്ക്ക് പ്രശ്നം. ഹേർഡ് ഫ്രം സീയിങ് ദ ട്രൂത്ത്. ഐസ് സ്ട്രെസ് ആയിരിക്കും. ഇയാളുടെ മൈൻഡിന് എന്തോ പ്രശ്നമുണ്ട്. നോർമലായിട്ടുള്ള ഒരു ഇതല്ല. എന്നുവെച്ചാൽ ഇയാളെന്തോ ഗെയിമിലൊക്കെ ഉള്ള ഒരു ഇതാണ്. റിയാലിറ്റി അതാണ്. ഓക്കെ നമ്മൾ ബ്രെയിൻ ഫിക്സ് ചെയ്തിരുന്നത് കണ്ണിനും കൂടെ കുഴപ്പമുണ്ട്. ഇനി ഐ റെഡ്നെസ്സാണ് ഐക്കുള്ളത്. നമുക്ക് അതും കൂടെ ഒന്ന് ഫിക്സ് ചെയ്യാം. ഓക്കെ നമ്മളെല്ലാ ബാക്ടീരിയയും ഫുൾ ചെയ്യാം. തെറ്റിപ്പോയി. ആ കറക്റ്റ് ഗ്രീനിൻ്റെ അടുത്തെത്തുമ്പോൾ പുൾ ചെയ്യണം. ഓക്കെ ഇനി ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കാം. ഡ്രോപ്പ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇയാളുടെ ഇപ്പം ഐ ഓക്കെ. ഇയാളുടെ കണ്ടീഷൻ ഓക്കെ ആണ്. നോർമൽ. അപ്പം ഹെൽത്തിയാണ്. പീൽസ് ഒന്നും വേണ്ട. ഹീസ് ഹെൽത്തി. ഡൺ. താങ്ക്സ് ഡോക്ടർ. യു പ്രസ് ദ റൈറ്റ് ബട്ടൺസ്. ഇയാൾക്ക് ഇതുവരെയും ശരിയായില്ലേ പ്രശ്നം? ആർക്കറിയാം. ഇയാളിപ്പോൾ ഹെൽത്തി എന്ന കണ്ടീഷൻ കാണിക്കുന്നത്. ഇത് 4ാമത്തെ പേഷ്യൻ്റ്. My pet cat died yesterday. I feel sad. You are suffering from depression. Cried and had chest pain. You are അതെ 2 പ്രശ്നങ്ങളാണ് ഇയാൾക്കുള്ളത്. നമുക്ക് ക്ലിയർ ചെയ്യാം. ഇവിടെ ലങ്ങിൽ എന്താണ് പ്രശ്നം? പൈപ്പാണ്. ഞങ്ങൾക്ക് പൈപ്പ് സെറ്റ് ചെയ്യാം. ഇത് ഇച്ചിരി പാടുള്ള പണിയാണ്. അങ്ങനെയല്ല. ഇങ്ങനെ വേണം. അങ്ങനല്ല. നോട്ട് ലൈക്ക് ദിസ്. ഇവിടെ എന്തോ ഒരു ഇത് വരുന്നുണ്ട്. ഇവിടെ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഞാൻ നോക്കട്ടെ.
ഓക്കെ, ഈ പൈപ്പ് ഇത് ഇച്ചിരി പാടുള്ള പണിയാണ്. വെയിറ്റ് മിനിറ്റ്, ഇതെങ്ങനെ സെറ്റ് ചെയ്യുന്നത്? ഇച്ചിരി പാടുള്ള പണിയാണ്. ഈ പൈപ്പ് ഇച്ചിരി പാടാണ്, ഞാൻ ചെയ്തല്ലേ പറ്റൂ. ഓക്കെ, ഒരു സൈഡ് സെറ്റ്. ഇതെങ്ങനെ സെറ്റാക്കും? സെറ്റ്, പൈപ്പ് സെറ്റ്. ഈ മറ്റേ സൈഡ്, എൻ്റെ അമ്മോ ഇതെന്തൊരു പാടായിരുന്നു. ഓക്കെ, ഓക്കെ സെറ്റ്. ഇപ്പം ലങ്ങിൻ്റെ ഇഷ്യൂ ക്ലിയർ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കേണ്ടത് ഡിപ്രഷൻ. ഓക്കെ, അതും കൂടെ ഫിക്സ് ചെയ്യാം. മൈൻഡ് നമുക്ക് ഡിലീറ്റ് ബാഡ് മെമ്മറീസ്. ഗുഡ് ജോബ്. ഓ നോ, താങ്ക്സ്, ബാഡ് ചോയ്സ്. ഓ നോ. ഓക്കെ, ബാഡ് മെമ്മറീസൊക്കെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. മൈൽഡാണ്, അപ്പം പിൽസ് എടുത്താൽ പോവും. 2 പില്ല് വേണം. ഡണ്ണ് ഇത്. ഓക്കെ, ഈ പില്ല് ഇയാളെടുത്തോളൂ. ഇയാളൊന്ന് വീഴണം. ഓക്കെ, ഇയാൾ പില്ല് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇയാളും ഓക്കെ ലെവൽ 20 വരെ കളിച്ച് ഗൈസ്. അത്രയ്ക്കും സിമ്പിൾ ഗെയിം ഇത്. ഡോക്ടർ പിൽ 26 മിനിറ്റ്സ് ആയി. അപ്പം എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ നോക്കിയില്ല. ഇനി അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്യാൻ. അപ്പം ഇത്രയുള്ള ഗൈസ് ഈ വീഡിയോ. ഇനി ബാക്കിയത് നമുക്ക് പുതിയതിൽ ഫിക്സ് ചെയ്യാം. അപ്പം ഇത്രയുള്ള ഈ വീഡിയോ. അപ്പം ഇനി പുതിയ വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ ഗൈസ്.